അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണത്തിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് റാസിഖ്, റസാഖ് ഈ രണ്ട് നാമത്തെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം എന്താണ് റിസ്ക് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിച്ചു. കൂടെ പ്രധാനമായിട്ട് കടന്നു വരുന്ന രണ്ട് രൂപത്തിലുള്ള റിസ്ക്കുകൾ, ഒന്ന് റിസ്ഖുൻ ആം, പൊതുവായിട്ടുള്ള റിസ്ക്, പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികൾക്കും ജനനം മുതൽ മരണം വരെ ആ സൃഷ്ടാവ് നൽകിക്കൊണ്ടേയിരിക്കുന്ന ഉപജീവനം. അത് മനുഷ്യരിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസി അവിശ്വാസി ഭേദമില്ലാതെ സർവ്വ മനുഷ്യർക്കും അള്ളാഹു ദുനിയാവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ റിസ്ക്, അതാണ് റിസ്ഖുൻ ആം, പൊതുവായിട്ടുള്ള റിസ്ക്. അതേസമയം സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു റിസ്ക്കിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അത് റിസ്ഖുൻ ഖാസ്. അത് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന ആത്മീയ റിസ്ക്, ഹൃദയങ്ങൾക്ക് നൽകുന്ന റിസ്ക്, ഹിദായത്ത്, ഈമാന്, തഖ്വ, ഉപകാരപ്രദമായിട്ടുള്ള അറിവ്, മരണാന്തര ജീവിതത്തിൽ ആ സ്വർഗീയ ലോകത്ത് ലഭിക്കാനിരിക്കുന്ന റിസ്ക്, അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അൽ ഖാലിഖ് എന്നുള്ള ഒരു നാമമായിട്ട് ഇതിനെ ചേർത്ത് വെക്കുന്ന സമയത്ത് എല്ലാം സൃഷ്ടിച്ച അൽ ഖാലിഖായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ റാസിഖാകാൻ അല്ലെങ്കിൽ ഉപജീവനം നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് ഉപജീവനം നൽകുന്ന ഒരാൾക്ക് മാത്രമേ ഖാലിഖ്, സൃഷ്ടാവാകാൻ, ആരാധ്യനാകാൻ പറ്റൂ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു ആ റിസ്ഖിനെ തൗഹീദുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് മാനവരാശിയോടുള്ള അള്ളാഹിൻ്റെ കൽപ്പന 21-ാമത്തെ വചനം സൂറത്തുൽ ബഖറയിൽ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നേരത്തെ അൽ ഖാലിഖ് എന്നുള്ള നാമം വിശദീകരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഏകനായിട്ടുള്ള അള്ളാഹിനെ നിങ്ങൾ ആരാധിക്കുക, കാരണം അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അത് പറഞ്ഞതിന് ശേഷം ഉടനെ അടുത്ത ആയത്തിൽ അള്ളാഹു റിസ്ഖിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഭൂമിയിൽ ആ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വൈവിധ്യമാർന്ന റിസ്ഖിനെ സംബന്ധിച്ചാണ് ആയത്തിൽ പറയുന്നത്. അതേ കണക്ഷൻ വീണ്ടും ഇപ്പോൾ സൂറത്തു റൂമിൻ്റെ 40-ാമത്തെ വചനത്തിലും, അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ശേഷം അവൻ ആ ഉപജീവനം നൽകി. ആ ഉപജീവനം കട്ടാകുന്ന സമയത്ത് സുമ്മ യുമീത്തുക്കും സുമ്മ യുഹ്യീക്കും, നിങ്ങൾ മരണപ്പെടുന്നു, വീണ്ടും നിങ്ങൾ പുനർജനിക്കുന്നു. ആ പുനർജനിച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞു, ആ സ്വർഗത്തിൽ ആ കട്ടാകാത്ത രൂപത്തിലുള്ള ആ റിസ്ക് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും അതേ കാര്യം സൂറത്തുൽ ഫാത്തിർ, സൃഷ്ടാവെന്നുള്ള അർത്ഥം വരുന്ന അതേ സൂറത്തിൽ അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ വൽ അർള്. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്. അപ്പോൾ അവിടെയെല്ലാം അള്ളാഹു അത് രണ്ടും കണക്ട് ചെയ്യുന്നതായിട്ടാണ് ഖുർആൻ്റെ പല ഭാഗത്തും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ, സൃഷ്ടാവ്, അന്നദാതാവ്, അൽ ഖാലിഖ്, അർ റാസിഖ്, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ ഏറെ മനോഹരമാണ്. ചിന്തിക്കുകയാണെങ്കിൽ അപ്പം അന്നല്ലാതെ ഒരു സൃഷ്ടിക്കും നിലനിൽക്കാൻ ഇവിടെ സാധ്യമല്ല. ഏതൊരു ശരീരവും അത് നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഉപജീവനം, അതിൻ്റെ ആ ഭക്ഷണം ആവശ്യമാണ്. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, ആ അന്നം ആവശ്യമുള്ളവന്, നിലനിൽക്കാൻ ഉപജീവനം ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സൃഷ്ടാവാകാൻ സാധിക്കില്ല. കാരണം അയാൾ സദാസമയത്തും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പം അന്നം നൽകുന്നവന് മാത്രമേ സൃഷ്ടാവാകാൻ സാധിക്കൂ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 5-ാമത്തെ അധ്യായം, അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കടന്നു വരുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുയായികൾ അവർ ആരാധ്യ പുരുഷനാക്കിയതും ആ രൂപത്തിൽ ദിവ്യത്തെ ആരോപിച്ച് അദ്ദേഹത്തെ ആ ദൈവമായിട്ടെല്ലാം പരിഗണിച്ചതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഈ സൂറത്തുൽ മാഇദയിൽ പല ഭാഗത്തായിട്ട് അള്ളാഹു ഗണ്ണിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തെല്ലാം നാളെ മരണാന്തര ജീവിതത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വിചാരണ ചെയ്യപ്പെടുന്നതും അദ്ദേഹം ഇത്തരത്തിൽ ഉള്ള പ്രവണതകളെല്ലാം തള്ളിപ്പറയുന്നതെല്ലാം സൂറത്തുൽ മാഇദയിൽ പ്രധാനമായിട്ട് കടന്നു വരുന്ന ഒരു പ്രമേയമാണ്. അപ്പം അതിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഖണ്ഡിക്കുന്നതിനിടയിൽ 75-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ടൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മാതാവിനെ സംബന്ധിച്ചും കാന യഅ്കുലാനി ത്വആം, അവർ രണ്ടാളുകളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ശേഷം തൊട്ടുടനെ വരുന്ന അടുത്ത അധ്യായം 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം പരിശുദ്ധ ഖുർആനിലെ വൺ ഓഫ് ദ പവർഫുൾ സൂറത്താണ്. ആ തൗഹീദ് വളരെ ശക്തമായിട്ട് സ്ഥാപിക്കുന്ന, അതിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ആ ഒരു അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അതിൻ്റെ 90 മുതലുള്ള ആയത്തുകളെല്ലാം വായിച്ചു നോക്കുക. വളരെ ശക്തമായിട്ട് അള്ളാഹു സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം അതിലും ആ തൗഹീദിനെ സ്ഥാപിക്കുന്ന ആയത്തുകൾക്കിടയിൽ 14-ാമത്തെ വചനത്തിൽ
അള്ളാഹു അവിടെയും പറയുന്നുണ്ട് വഹുവ യുത്ഇമു വലാ യുത്അം, അവന് അന്നം നൽകുന്നവനാണ്, പക്ഷേ അവന് ഒരാളും അന്നം നൽകേണ്ടതില്ല. കാരണം അന്നം ആവശ്യമില്ലാത്ത അന്നദാതാവായിട്ടുള്ള ഒരുവന് മാത്രമേ സൃഷ്ടാവാകാൻ സാധിക്കൂ. കാരണം അവൻ നിരാശ്രയനാണ്, അസ്വമതാണ്. അങ്ങനെയുള്ളവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പറഞ്ഞ സമയത്തും സൂറത്തു ദാരിയാത്തിൻ്റെ 57 58 വചനങ്ങളിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. സർവ്വ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉടനെ തന്നെ അല്ലാഹു അടുത്തതായിട്ട് പറയുന്ന കാര്യം നോക്കുക, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്നും ഒരു ഉപജീവനവും അവൻ ആഗ്രഹിക്കുന്നില്ല, അവനൊരാളും ഭക്ഷണവും നൽകേണ്ടതില്ല. ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഒരു നാമം തന്നെ ഇവിടെ കടന്നു വരുന്നുണ്ട്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് ആ ഉപജീവനം നൽകുന്നവൻ, ശക്തനായിട്ടുള്ളവൻ അല്ലെങ്കിൽ ബലവത്തായിട്ടുള്ളവൻ. അവിടെയും അൽ റസ്സാഖ് എന്നുള്ള ഒരു നാമം അവിടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെയെല്ലാം അള്ളാഹു ആവർത്തിച്ച ആ ഉപജീവനത്തെ, ആ ഭക്ഷണത്തെ സംബന്ധിച്ച് പറയാനുള്ള കാരണം, അത് ലഭിക്കുന്ന ഒരു ശരീരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സദാ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആ ഭക്ഷണം നിലക്കുന്നതോടുകൂടെ അയാളുടെ ആ ശരീരം വീക്കാവുകയാണ്. അതേപോലെ തന്നെ ആ ഭക്ഷണം ഇനി അകത്തേക്ക് എടുത്താൽ തന്നെ അതൊരു മറ്റൊരു രൂപത്തിൽ വിസർജ്യമായിട്ട് പുറത്തു പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ന്യൂനതകളുള്ള ഒരാളെ എങ്ങനെയാണ് സൃഷ്ടാവാകുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർ സദാസമയത്തും അവരാശ്രിതരായിരിക്കും. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി, ഓ ജനങ്ങളെ, നിങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്, അതേസമയം അള്ളാഹു എല്ലാത്തിൽ നിന്നും നിരാശ്രയനാണ്, അസ്വമതായിട്ടുള്ളവനാണ്, അവന് മാത്രമാണ് ആരാധനക്കർഹൻ. അതാണ് ഇവിടെയെല്ലാം അള്ളാഹു സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഓരോ ശരീരത്തിനും അവൻ്റെ ജീവിതകാലത്തുടനീളം ആവശ്യമായിട്ടുള്ള റിസ്ക് ഓരോ ആളുകളുടെയും ജനനത്തിന് മുമ്പ് തന്നെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെന്നുള്ളത് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് മലക്ക് എഴുതുന്ന ഓരോ കാര്യങ്ങൾ അമലുഹു വ റിസ്ഖുഹു, അവൻ്റെ ഉപജീവനത്തെ സംബന്ധിച്ചും അവിടെ കുറിച്ച് വെക്കുന്നുണ്ട്. അപ്പം അള്ളാഹു അത് നേരത്തെ കണക്കാക്കിയതാണ്. വലാകിൻ യുനസ്സിലു ബി ഖദരിൻ മാ യശാ, അവൻ്റെ ആ ഖദർ അനുസരിച്ചുകൊണ്ടാണ് അത് വന്നു ചേരുക എന്നുള്ളതാണ്. ഏതുപോലെ മരണം പോലെ തന്നെ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ ഇന്ന റിസ്ഖ ല യത്ലുബുൽ അബ്ദ കമാ യത്ലുബു അജലുഹു, ഒരാളെ ആ മരണം, അതായത് അവന് നിശ്ചയമായിട്ടുള്ള ആ മരണം അവനെ തേടിയെത്തുന്നത് പോലെ അവന് കണക്കാക്കപ്പെട്ട ആ റിസ്ഖ് അവനെ തേടിയെത്തുമെന്നുള്ളതാണ്. അപ്പോൾ മരണത്തെ യഖീൻ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്ത് അത് നമുക്ക് ഡിലേ ആയിട്ട് തോന്നുമെങ്കിലും കണക്കാക്കിയത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഒരു ഫലിതം, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ ചില ആളുകൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഒരു മനുഷ്യന് മരിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം രസകരമായിട്ട് മറുപടി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ദൈവം അവൻ്റെ ജീവിതകാലം മുഴുവൻ എത്ര ടണ്ണ് ആഹാരം കഴിക്കണം എന്നുള്ള അളവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവന് നേരത്തെ തിന്നു തീർക്കുകയാണെങ്കിൽ അവന് നേരത്തെ പോകും. ഇനി താമസിച്ചിട്ടാണ് അയാൾ ആഹാരം തിന്നു തീർക്കുന്നതെങ്കിൽ ആ അളവ് തീർന്നിട്ട് അയാൾ മരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു തത്വം അദ്ദേഹം മറ്റൊരു രൂപത്തിലൂടെ പറയാണ്. ഏതായിരുന്നാലും നമുക്ക് കണക്കാക്കിയിട്ടുള്ള റിസ്ക് നമ്മളിലേക്ക് എത്തിയിട്ട് നമ്മൾ മരണപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ തുബ്രാനി തിരിക്കുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന റൂഹുൽ ഖുദ്സ് നഫസ ഫീ റൂഇ അന്ന നഫ്സൻ ലൻ തമൂത്ത് ഹത്താ തസ്തക്മിൽ അജലഹ, ഒരു ആത്മാവും അവൻ്റെ ആ ഉപജീവനം പൂർണ്ണമാകാതെ അവന് മരണപ്പെടില്ല എന്നുള്ളതാണ്. അയാൾക്ക് എഴുതിയ ആ റിസ്ക് പൂർത്തിയാക്കിയിട്ട് അയാൾ ഭൂമിയിൽ നിന്ന് വിട പറയൂ എന്നുള്ളതാണ്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് ഓർമ്മയിൽ വന്ന വളരെ ഹൃദയസ്പർശിയായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവം ഷെയ്ഖ് അലി ഹമൂദ് ഹഫിദുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കുവെച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആഫ്രിക്കൻ സുഹൃത്തുക്കൾ അവർ വെക്കേഷൻ സമയത്തെല്ലാം ഒന്നിച്ചവർ നീന്താൻ വേണ്ടി പോകും. അതായിരുന്നു അവരുടെ വിനോദം, ഹോബി. പിന്നെ ഒരിക്കൽ 8-10 ആളുകൾ അവർ ഒരാടുള്ള തടാകത്തിലോ പുഴയിലോ മറ്റെവിടെ നീന്താൻ പോയി. അതിലൊരു വ്യക്തി, അദ്ദേഹം ഒരുപാട് ദൂരേക്ക് പോയി. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. അവരങ്ങേയറ്റം പരിഭ്രാന്തരായ ആ വ്യക്തി പോയ ആ സ്ഥലത്ത് മുഴുവൻ അവർ അരിച്ചു പെറുക്കി. ഒരല്പസമയത്ത് ആ കഠിന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം അയാളെ വെള്ളത്തിനടിയിൽ നിന്ന് അവർക്ക് കിട്ടി. പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ കരയിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തി അവിടെ കിടത്തി. അവർ ആ ഫസ്റ്റ് എയ്ഡെല്ലാം കൊടുത്തു, ആ മൗത്ത് ബ്രീത്തിങ് അങ്ങനത്തെ പലതും കൊടുത്ത് അവർ പല രൂപത്തിലായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ അയാൾ എഴുന്നേൽക്കുന്നില്ല. കണ്ടാൽ അയാൾ മരണപ്പെട്ടതുപോലെ തന്നെ അവിടെ കിടക്കുന്നത്. അപ്പോൾ അവർ മുഴുവൻ അങ്ങേയറ്റം ദുഃഖിച്ച് കരച്ചിലായി. അങ്ങനെ ഒരാൾ ആ വയറിലെല്ലാം അമർത്തിയ സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് അയാളുടെ മൂക്കിൽ നിന്നെല്ലാം വെള്ളം വന്ന് അയാൾ കണ്ണ് തുറന്നു. അയാൾ എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവരങ്ങേയറ്റം സന്തോഷിച്ച് അയാളെ കെട്ടിപ്പിടിച്ച്, അതായത് നഷ്ടപ്പെട്ട ആ സുഹൃത്തിനെ അവർക്ക് വീണ്ടും തിരികെ കിട്ടിയിരിക്കുകയാണ്. അവരങ്ങേയറ്റം സന്തോഷിച്ച് അവർ ഇത് വല്ലാത്തൊരു നിമിഷമാണ്, നമ്മൾ മരണപ്പെട്ടു എന്ന് കരുതിയതാണെന്നെല്ലാം പറഞ്ഞ് ആ ഒരു സന്ദർഭം ആഘോഷിക്കാൻ വേണ്ടി ഒരാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു.
അവിടെ അപ്പുറത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഒരല്പം ജ്യൂസും ഭക്ഷണവും വാങ്ങാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു. അങ്ങനെ അയാൾ തിരികെ വന്ന് ആ ജ്യൂസും ഭക്ഷണമായിട്ട് തിരികെ വന്ന് ഈ ഇരിക്കുന്ന ആ വ്യക്തി, ആ മുങ്ങിപ്പോയ ആ വ്യക്തി, അതിലൊരു ജ്യൂസ് എടുത്ത് അയാൾ കുടിച്ച് ആ സമയത്ത് തന്നെ അയാൾ പിറകിലേക്ക് മറിഞ്ഞു വീണു, അയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ശേഷം ആ പണ്ഡിതൻ അദ്ദേഹം ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ആ ഒരു ജ്യൂസ് യഥാർത്ഥത്തിൽ അയാളുടെ ഭൂമിയിലുള്ള ആ റിസ്ക്കിൽ അതുകൂടെ അള്ളാഹു എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കുടിച്ച് അയാൾ മരണപ്പെടും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ ഒരു അനുഭവം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ മയ്യത്തിൻ്റെ വായിൽ നിന്നും ഒരു ബറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് കണക്കാക്കിയതിലപ്പുറമാണ് ആ ബറ്റ് അവിടെ തന്നെ വായിൽ കാണാൻ സാധിച്ചു. അത് അദ്ദേഹം എടുത്ത് സൂക്ഷിച്ചു വെച്ചതായിട്ടെല്ലാം അനുഭവം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഉപജീവന മാർഗം, അത് ഒരാളിലേക്ക് വന്നെത്തിയതിന് ശേഷം അയാൾ മരണപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ആദ്യത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഒരാളുടെയും ഉപജീവനം പൂർണ്ണമാകുന്നത് വരെ അയാൾ മരണം ഉണ്ടാവില്ല. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫഅജ്മിലു ഫി ത്വലബ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രൂപത്തിൽ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല രൂപത്തിൽ ആ ഉപജീവനം തേടുക. അതേപോലെ തന്നെ ഉപജീവനം ഒരല്പം താമസിക്കുന്നുണ്ട്, ഒരല്പം വൈകുന്നത് കൊണ്ട് അള്ളാഹിനോടുള്ള അനുസരണക്കേടിലൂടെ അതിനെ പിന്തുടരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അതായത് ഒരല്പം ഉപജീവനം വൈകുന്ന സമയത്ത് ഹറാമായിട്ടുള്ള വഴിയിലൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അതാണ് റസൂലുള്ളാഹി പിന്നീട് ആ ഹദീസിൽ പറയുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു സംഭവം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ യാത്ര ചെയ്ത് കൂഫയിലെത്തി. അവിടെയുള്ള ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ യാത്രാവാഹനം, കുതിര, ഒട്ടകോ, അത് അവിടെ നിർത്തി. ശേഷം അദ്ദേഹം ചുറ്റിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരു കുട്ടി, ഒരു ചെറിയ പയ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവനെ വിളിച്ച് ആ യാത്രാവാഹനവും അദ്ദേഹത്തിൻ്റെ ആ സാധനങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരു അല്പനേരം നീ ഇത് നോക്കണം, ഞാൻ നമസ്കരിച്ച് വരാമെന്ന് പറഞ്ഞ് അവനെ അവിടെ ഏർപ്പെടുത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് അദ്ദേഹം നമസ്കരിച്ച് തിരിച്ചു വന്ന സമയത്ത് ആ കുട്ടി അവിടെ ഇല്ല. കുട്ടി മാത്രമല്ല, ആ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ ആ കുതിരയുടെ ആ സാഡിൽ ആ ഇരിപ്പിടം അത് അടിച്ചു മാറ്റിയിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്നും വരുന്ന സമയത്ത് ആ കുട്ടിക്ക് നൽകാൻ വേണ്ടി ഒരു ദീനാർ ഓൾറെഡി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് അവന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവന് മോഷ്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആ പരിസരം നോക്കിയ സമയത്ത് അവിടെ മറ്റൊരു കുട്ടിയെ കണ്ട് അവനെ വിളിച്ച് അവനോട് പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് തനിക്ക് ആവശ്യമായിട്ടുള്ള ആ കുതിരയുടെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ആ ഇരിപ്പിടം പുതിയതൊന്ന് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ അവന് പോയി ഒരു അല്പസമയത്തിന് ശേഷം നേരത്തെ നഷ്ടപ്പെട്ട അതേ ഇരിപ്പിടമായിട്ട് അവന് തിരിച്ചു വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം അത്ഭുതപ്പെടുകയാണ്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ വാങ്ങാൻ പറഞ്ഞയച്ച കുട്ടി നേരത്തെ മോഷ്ടിച്ചവനിൽ നിന്നും അതേ സാധനം ഒരു ദീനാർ നൽകി അവിടെ നിന്നും വാങ്ങിയിരിക്കുകയാണ്. അവന് മോഷ്ടിച്ച് അവിടെ മാർക്കറ്റിൽ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, അറത്തു അൻ അതിയഹു ഹലാലൻ ഫഅബാ ഇല്ലാ അൻ യഖുദുഹു ഹറാമൻ. ഞാൻ അവന് നേരത്തെ ഹലാലായിട്ടൊരു ദീനാർ നൽകാനിരുന്നതാണ്, പക്ഷേ അത് ഹറാമായിട്ടേ സ്വീകരിക്കൂ എന്നുള്ളത് അവന് വാശി കാണിച്ചു എന്നുള്ളതാണ്. അതായത് നേരാൻ വണ്ണം ആ ഒരു ദീനാർ ഹലാലായിട്ട് അവൻ്റെ കയ്യിലേക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷേ അവൻ്റെ ധൃതി കാരണം അതേ ദീനാർ ഹറാമായിട്ടാണ് ഇപ്പോൾ അവൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ആ കൺക്ലൂഷൻ, സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു അവനാണ് ആ റാസിഖ്, അവനാണ് ആ റിസ്ഖ്, ഉപജീവന മാർഗം ഓരോ സൃഷ്ടികൾക്കും നൽകുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അവൻ്റെ അടുത്താണ്. ആ റിസ്ഖിൻ്റെ കാര്യത്തിൽ സൃഷ്ടികളായിട്ടുള്ള നമ്മുടെ റോൾ അല്ലെങ്കിലും വളരെ പരിമിതമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ബ്രെഡ് എടുക്കുന്ന സമയത്ത് ആ ബ്രെഡിൻ്റെ മൊത്തം കഥയിൽ ആ ഒരു സെക്കൻഡ് നേരത്തെ ആ റോൾ, ആ എടുക്കുന്ന റോള് അതിൽ മാത്രമേ നമുക്ക് പങ്കുള്ളൂ എന്നുള്ളതാണ്. ആ കടയിലേക്ക് ആ ബ്രെഡ് എത്തുന്നതിന് മുമ്പുള്ള നിരവധി ഫേസുകളുണ്ട്. അതിലൊന്നും നിനക്ക് യാതൊരു റോളും ഇല്ല. അത് ഏതോ ഒരു പ്രദേശത്ത് അവിടെയുള്ള വയലിൽ ഒരു ഗോതമ്പ് മണിയായിരുന്നു. ശേഷം അത് അള്ളാഹു അതിനെ മുളപ്പിച്ചു. ശേഷം അതിനു വേണ്ട മഴ നൽകി. ഒരു കർഷകൻ അതിനെ പരിചരിച്ചു. ഒരുപാട് പരിചരണത്തിന് ശേഷം അവസാനം അത് കൊയ്തെടുത്തു. നിരവധി ഫാക്ടറികളിലൂടെ നിരവധി പ്രോസസ്സിലൂടെ എല്ലാം കടന്നുപോയി അവസാനം അത് ബേക്ക് ചെയ്ത് എത്രയോ കൈകൾ കൈമാറി അവസാനം ആ ഷെൽഫിലേക്ക് എത്തുകയാണ്. അപ്പം അതുവരെ കടന്നു പോയിട്ടുള്ള ഒരൊറ്റ ഫേസിലും നിനക്ക് യാതൊരു പങ്കുമില്ല. നീ ആ റാക്കിൽ നിന്ന് എടുത്ത് അത് ആ വായിലേക്കിട്ടത് ഭക്ഷിക്കുകയാണ്. ആ ഭക്ഷിക്കുന്നതോടുകൂടെ നിൻ്റെ റോള് കഴിഞ്ഞു. അതിനുശേഷം വരാനിരിക്കുന്ന നിരവധി ഫേസുകൾ, നിരവധി ഘട്ടങ്ങളുണ്ട്. അതിലും നിനക്ക് യാതൊരു പങ്കുമില്ല. നീ അത് വായിലേക്കിട്ടു, അതോടുകൂടെ നിൻ്റെ റോള് കഴിഞ്ഞു. ശേഷം അത് ഉമിനീരായിട്ട് കലർന്ന് അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്താണ്. അവിടെയുള്ള നിരവധി ആസിഡുകളായിട്ടെല്ലാം ചേർന്ന് നിരവധി കെമിക്കൽ പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നു. ശേഷം അതിലുള്ള പോഷകങ്ങളെല്ലാം വിഭജിക്കപ്പെട്ട് ശരീരത്തിൻ്റെ രക്തത്തിലേക്കും മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കും കൃത്യമായിട്ടുള്ള പ്രപ്പോർഷനിൽ, കൃത്യമായിട്ടുള്ള അളവിൽ അത് വിതരണം ചെയ്യപ്പെടുകയാണ്.
അതിൽ ബാക്കി വരുന്ന ഭാഗം വേസ്റ്റായിട്ട് അത് പുറന്തള്ളുകയും ചെയ്യുകയാണ്. അതിലൊന്നും ആ നടക്കുന്ന ഒരൊറ്റ പ്രോസസ്സിലും നിനക്ക് യാതൊരു റോളും ഇല്ല. ആ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അത് നിൻ്റെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് നിരവധി കൈകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നീ ഭക്ഷിച്ചതിന് ശേഷവും നിരവധി പ്രോസസ്സുകളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അതിലൊന്നും നിനക്ക് യാതൊരു പങ്കുമില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം ആ മിഡിലുള്ള ചെറിയ റോള് മാത്രമാണ്. അപ്പോൾ റിസ്ക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ എന്നുള്ളത് അത് റിസ്ക്ക് നൽകുന്നവനായിട്ടുള്ള റാസിഖായിട്ടുള്ള റസാഖായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുത്താണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം. ഇനി അവസാനമായിട്ട് ആ റാസിഖ് എന്നുള്ള നാമം നമ്മൾ പഠിക്കുന്ന സമയത്ത്, നേരത്തെ ഓരോ നാമങ്ങൾ പറഞ്ഞ സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട രൂപം എന്നുള്ളത്, അപ്പോൾ അള്ളാഹുവിൻ്റെ ആ കാരുണ്യം നമ്മൾ മറ്റുള്ള ആളുകളോട് കാണിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മോട് കരുണ ചെയ്യും. സമാനമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ റിസ്ക്ക് അത് സൃഷ്ടികളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നൽകുന്ന സമയത്ത് റാസിഖായിട്ടുള്ള റസാഖായിട്ടുള്ള അള്ളാഹു നമുക്ക് കൂടുതൽ ആ റിസ്ക്കിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുമെന്നുള്ളതാണ്. ആ രൂപത്തിലാണ് അത് ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ റിസ്ക്ക്, ആ ഉപജീവന മാർഗം വിശാലമായി ലഭിക്കാനുള്ള ചില മാർഗങ്ങൾ, ഒന്ന് ഇസ്തിഗ്ഫാർ, നമ്മൾ ആ തൗബ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആ പാപമോചനം തേടുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾ ആ പശ്ചാത്തപിക്കുന്ന തൗബ ചെയ്യുന്ന സമയത്ത് സമൃദ്ധമായി ഞാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ ആ മഴ മാത്രമല്ല, നിങ്ങൾക്ക് സ്വത്തിലും സന്താനത്തിലും വിഭവ സമൃദ്ധിയെല്ലാം ഞാൻ അതിൻ്റെ കാരണമായിട്ട് നൽകുമെന്ന് ആ ഒരു സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ റിസ്ക് വർദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം പറഞ്ഞത് അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. സൂറത്ത് ത്വലാഖിൻ്റെ 2-3 ആയത്തുകളിൽ ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കാത്ത ഡോറുകൾ വഴി അള്ളാഹു അവന് ഉപജീവനം നൽകുക എന്നുള്ളതാണ്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അള്ളാഹു വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു ആ ഉപജീവനം നൽകുക എന്നുള്ളതാണ്. അതാണ് 2. മൂന്നാമതായിട്ട് തവക്കുലാണ്. അള്ളാഹുവിലെ യഥാക്രമം ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിൽ യഥാർത്ഥത്തിലുള്ള ആ ഒരു തവക്കുൽ ചെയ്യുന്ന സമയത്ത് പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നൽകുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹിൻ്റെ കൽപ്പന വന്ന സമയത്ത് ആ ഭാര്യയും മകനെയും അവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അള്ളാഹിൻ്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞ സമയത്ത് ആ ഭാര്യ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അവിടെ നിൽക്കുന്നു. ശേഷം ആ മകന് കരഞ്ഞ സമയത്ത്, വെള്ളത്തിന് വേണ്ടി കരഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആ ചിറകുകൊണ്ട് അവിടെ അടിക്കുന്നു. ശേഷം ആ സംസം, ആ വെള്ളത്തിൻ്റെ പ്രവാഹമാണ്. ആ പ്രവാഹം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ റിസ്ക്കാണ്. യഥാർത്ഥത്തിലുള്ള തവക്കുലുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് വിശാലമായിട്ടുള്ള ഉപജീവനം നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ റിസ്ക് വർദ്ധിക്കാനുള്ള മറ്റൊരു ഉപാധിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളതാണ്. മുത്തഫഖുൻ അലൈഹിയുള്ള ഒരു ഹദീസിൽ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾക്ക് ഉപജീവനത്തിൽ വിശാലത അതേപോലെ തന്നെ ആയുസ്സിൽ ദൈർഘ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുടുംബബന്ധം ചേർക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതും ഒരു ഉപാധിയാണ്. അതേപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ലഭിച്ചിട്ടുള്ള ആ റിസ്ക്കിന് അള്ളാഹിനോട് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. ആ റിസ്ക്ക് നേരത്തെ പറഞ്ഞു, സമ്പത്ത് മാത്രമല്ല, നമുക്ക് ലഭിച്ച ഏതൊരു അനുഗ്രഹത്തിനും അള്ളാഹിനോട് നമ്മൾ നന്ദി ചെയ്യുന്ന സമയത്ത് ഇൻ ശക്കർത്തും അജീദന്നക്കും അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നന്ദി ചെയ്യുന്ന സമയത്ത് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ റിസ്ക്കിന് നമ്മൾ നന്ദി കാണിക്കുന്ന സമയത്ത് അള്ളാഹു ആ റിസ്ക്ക് വർദ്ധിപ്പിച്ചു തരും. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റിസ്ക്ക് വർദ്ധിക്കാൻ വേണ്ടിയെല്ലാം റസൂലുള്ള പ്രത്യേകമായിട്ട് സുന്നത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ ത്വയ്യിബ വ അമലൻ മുതഖബ്ബല. ഓ അല്ലാ, നീ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ നൽകി നീ എന്നെ അനുഗ്രഹിക്കണേ. അതേപോലെ തന്നെ ത്വയ്യിബായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ റിസ്ക്ക്, അല്ലെങ്കിൽ റിസ്ഖൻ വാസിഅ, വിശാലമായിട്ടുള്ള ആ റിസ്ക്ക് നൽകി നീ എന്നെ അനുഗ്രഹിക്കണം. അതേപോലെ തന്നെ എൻ്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുവേണ്ടി റസൂലുള്ള പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.